തൊടുപുഴയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചു എന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവെച്ചതിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസ്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. ലോകകപ്പ് ഫൈനലിനിടെ തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം. കരിമണ്ണൂർ SIയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. രാഹുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇതെന്താ സംഭവിച്ചത്? പോലീസുകാർ മദ്യപിച്ചിട്ടിരുന്നില്ലേ? അതല്ല മദ്യപിച്ചു എന്ന് തെറ്റിദ്ധരിച്ചാണോ കൊണ്ടുപോയത്? അതല്ല പോലീസ് മനഃപൂർവ്വം ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നോ രാഹുൽ? അരുൺ, ഈ രണ്ട് പോലീസുകാരും മദ്യപിച്ചിട്ടുണ്ടോ എന്നതറിയാൻ കൂടുതൽ പരിശോധന വേണമെന്നാണ് തൊടുപുഴ പോലീസ് പറയുന്നത്. പ്രാഥമിക പരിശോധനയിൽ രണ്ടുപേരും മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ രക്തസാമ്പിളുകൾ കാക്കനാട്ടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ റിസൾട്ട് പുറത്തു വരും. എങ്കിൽ മാത്രമാണ് ഈ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SIയും ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, രണ്ടുപേരും എത്തിയ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പിയും പുകയില ഉൽപ്പന്നങ്ങളും ചീട്ടും കണ്ടെത്തുകയും ചെയ്തിരുന്നു. DYFI പ്രവർത്തകരും നാട്ടുകാരുമാണ് ഈ വാഹനത്തിൽ നിന്നും ഇത് കണ്ടെത്തുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇരുവരും മദ്യപിച്ചിരുന്നു എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത്. എന്തായാലും അന്ന് ഈ ലോകകപ്പ് ഫൈനൽ നടന്ന ആ ദിവസം നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റം ഈ മങ്ങാട്ടുകവലയിൽ ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ പറയുന്ന FIRൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് ഫൈനൽ നടന്ന പുലർച്ചെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചിട്ടായിരുന്നു ഈ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. അന്ന് തന്നെ തൊടുപുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തരും. ആ സംഭവത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മദ്യക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്, ചീട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതും ഔദ്യോഗിക വാഹനത്തിൽ മദ്യക്കുപ്പി ഒന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ട് വരുന്നത് തൊണ്ടി മുതലായിട്ട് വേണം കൊണ്ടുവരാൻ. തൊണ്ടി മുതലായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആ കാര്യം അതിൻ്റെ രേഖകളൊന്നും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ കാക്കനാട് ലാബിൽ നിന്ന് ഇവരുടെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങും എന്നുള്ളതാണ്.